ഹലോ, സ്നേഹം നിറഞ്ഞവരെ, നമ്മളൊക്കെ നമ്മുടെ ഫോണുകളിൽ റിമൈൻഡേഴ്സും അലേർട്സും ഒക്കെ സെറ്റ് ചെയ്യാറില്ലേ? എന്താണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളെ ചിലത് ഓർമ്മപ്പെടുത്താൻ, നമ്മൾ അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി ആയിരിക്കുവാൻ നമ്മളെ ഒന്ന് അലേർട്ട് ചെയ്യുന്ന ചില റിമൈൻഡേഴ്സ്. അതുപോലെയാണ് 40-ാം വെള്ളി ഇന്ന് നാം ആഘോഷിക്കുന്നത്. 40-ാം വെള്ളി യഥാർത്ഥത്തിൽ ഒരു റിമൈൻഡറാണ്. എന്തിനു വേണ്ടിയിട്ടുള്ള റിമൈൻഡറാണ്? വിശുദ്ധ രഹസ്യങ്ങളുടെ ഏറ്റവും വലിയ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. പെസഹ ആഴ്ച. ആ ആഴ്ചയിലേക്കുള്ള നമ്മുടെ റിമൈൻഡറാണ്. നമ്മൾ കൂടുതൽ ജാഗരണത്തോടും പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടി ആയിരിക്കേണ്ട ദിവസങ്ങൾ. 40-ന് ബൈബിളിൽ വളരെ പ്രസക്തിയുണ്ട്. മോശ സീനായി മലയിൽ 40 ദിവസം ഉപവസിച്ച് സീനായി ഉടമ്പടി സ്വന്തമാക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അതുപോലെ നോഹയുടെ കാലത്ത് 40 ദിവസത്തെ പ്രളയം നമ്മൾ കാണുന്നുണ്ട്, ശുദ്ധീകരണത്തിൻ്റെ കാലഘട്ടം. അതുപോലെ തന്നെ ഈശോ 40 ദിവസം ഉപവസിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്, ഒരു ഒരുക്കത്തിൻ്റെ കാലഘട്ടം. അതുകൊണ്ട് സ്നേഹം നിറഞ്ഞവരെ, ഈ 40-ന് പ്രസക്തിയുണ്ട്. 40-ാം വെള്ളിയാഴ്ച നമ്മൾ കൂടുതൽ പ്രാർത്ഥനയോടും ഉപവാസത്തോടും ദാനധർമ്മത്തോടും അതുപോലെ നമ്മുടേതായിട്ടുള്ള ചില ത്യാഗങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഈശോയുടെ പെസഹ ആഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ്. അതുകൊണ്ട് ആ പെസഹ ആഴ്ച കൂടുതൽ കൃപാനിർഭരമാകുവാൻ നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. 40-ാം വെള്ളിയുടെ റിമൈൻഡർ മറക്കണ്ട. കൂടുതൽ പ്രാർത്ഥിക്കാം, കൂടുതൽ നന്നായി കർത്താവിൻ്റെ പീഡാസഹനങ്ങൾക്കും ഉത്ഥാനത്തിനുമായിട്ട് നമുക്കൊരുങ്ങാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.